വടകര പാലയാട് നട ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന തട്ടുകട കച്ചവടക്കാർ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ. പ്രതിഷേധ സമരത്തിനൊരുങ്ങി കച്ചവടക്കാർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന 10ഓളം കച്ചവടക്കാരാണ് ഇവിടെയുള്ളത്. 30-ൽ പരം തൊഴിലാളികൾ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഏക വഴി കൂടിയാണ് ഇവിടത്തെ തട്ടുകട. കുടിയൊഴിപ്പിക്കലോടുകൂടി തങ്ങളുടെ ജീവിത ഉപാധി വഴിമുട്ടുമെന്ന് കച്ചവടക്കാർ പറയുന്നു. നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് ഓരോ കുടുംബങ്ങളാണ്, 5-6 കുടുംബങ്ങൾ ജീവിക്കണം. ഒരൊറ്റ തട്ടുകടമുണ്ട് മനസ്സിലായി. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വന്നാക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഹൈവേൻ്റെ ആൾക്കാർ വന്നിട്ട് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇവർ 5-8 ആൾക്കാർ ഓരോ കടയിലുണ്ട് പണിയെടുക്കണേ. അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ആളെ കണ്ടത് എങ്കിൽ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ അവർ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും കട്ടപ്പോകാരി ഒരു പണി നടക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇതിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വകുപ്പ് കാട്ടിത്തരാം. അവരിതിപ്പോൾ മറ്റേ എന്താ ഇങ്ങനെ പറയാം, താഴെ വിരിക്കുന്നത് ഇന്റർലോക്ക് വെക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റർലോക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ സൗകര്യം ഉണ്ടായി തന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ നമ്മളെ ബുദ്ധിമുട്ടാവും. ഇത്രയും ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആത്മഹത്യ ടീം കംപ്ലീറ്റ് ഇവരൊക്കെ ഓരോ കുടുംബം കഴിഞ്ഞ ആൾക്കാരാണ്. ഒഴിവാണ്ട് പറഞ്ഞ പോലെ ഇവിടെ ഇന്റർലോക്ക് വെക്കുകയാണല്ലോ. ഇന്റർലോക്ക് വെക്കുകയാണെങ്കിൽ വെച്ചോട്ടെ, അത് പ്രശ്നമല്ല. ഹൈവേന്റെ ആൾക്കാരാണ് വന്നത്, പിന്നെ അതിന്റെ കൂടെ മുനിസിപ്പാലിറ്റിക്കാരുണ്ട്. മുനിസിപ്പാലിറ്റിക്കാരാണ് മെയിനായിട്ട് ആദ്യം 1-2 പ്രാവശ്യം വന്നിട്ട് നമ്മൾ വല്ലാണ്ട് ഇടങ്ങാറായിക്കാണ് അവിടെ. കാരണം വെറുതെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് ഇപ്പോൾ ഹൈവേക്കാർ ഈ 15 നമ്മൾ മറ്റേ JCB ആയിട്ട് വരും. ഇതൊക്കെ പൊളിക്കുന്ന പറഞ്ഞാലൊക്കെ എത്ര ഉറുപ്പ്യ ചിലവാക്കിയിട്ട് ചെയ്താൽ തന്നെയാണ് ഇതൊക്കെ കണ്ടവരുടെ പൊന്നും ഇതൊക്കെ പണയം വെച്ച് കടം വെച്ച് വാങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിൽ തന്നെ ജീവിക്കുന്നുണ്ട് 6 ആൾക്കാർ നൈറ്റിൻ്റെ 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ 8-9 കടക്കാർ അടുത്ത പൂട്ടി പോയി, പേടിച്ചിട്ട് പോയി. ഇപ്പോൾ 8 കടക്കാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഈ 8 കടയിലും 4-5 പണിക്കാർ, 2-3 പണിക്കാരുണ്ട്. എൻ്റെ വിവരം ചില 2.5 മാസമായി ഞാൻ പൂട്ടിയിട്ട്, ഞാനും എൻ്റെ ഭാര്യയും വേറൊരു പെണ്ണുങ്ങളും കൂടിയിട്ടാണ് 3 ആൾ കൂടി നടത്തുന്നത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറക്കുമ്പോൾ വന്നിട്ട് മുനിസിപ്പാലിറ്റി മറ്റേ ഈ റോഡിൻ്റെ അതോറിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇത് പൊളിച്ചു മാറ്റണം. അപ്പോൾ പിന്നെ പറയുന്നത് വെച്ചാൽ അവർ ഇൻ്റർലോക്ക്, ഞാൻ പറയും ഇൻ്റർലോക്ക് നിങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കാണിച്ചാൽ ഈ സൈഡിൽ തന്നെ. ഞാൻ 2-2.5 വർഷം ഇവിടെ നടത്തിക്കൊണ്ടത്, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.